അങ്ങനെ രാവിലെ നല്ല മഴയൊക്കെ നനഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാജക്കാട് അടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ നല്ല മഴക്കാലമൊക്കെ ആയി, പക്ഷേ വെള്ളച്ചാട്ടങ്ങളോ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും സജീവമായിട്ടില്ല. ഒരുപാട് പേര് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇനിയും പരിചയപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമല്ല, നമ്മൾ ഗ്രാമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് പടപടാന്ന് നമ്മൾ എത്തിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരൊറ്റ സ്കൂളും കൊണ്ട് വൈറലായി പോയിരിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. അത് രാജക്കാടിൻ്റെ അടുത്തല്ല, രാജക്കാടിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. അപ്പോൾ കൂട്ടരെ, യാത്രയെ കൊണ്ട് ആരംഭിച്ചാലോ? ഇന്നത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. നമ്മൾ രാജക്കാടിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് NRCT ലക്ഷ്യമാക്കിയത് പോകുന്നത്. നമ്മൾ ഈ സഞ്ചരിക്കുന്ന വഴിയില്ലേ, രാജക്കാട് രാജകുമാരിപ്പാറ റോട്ടിക്കൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. ശരിക്കും ഈ വഴിയൊക്കെ അടിപൊളിയാണ്, പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വഴി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നമുക്ക് ധാരാളം വീടുകളും ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തോടെയാണ് പോകുന്നത്. ഈ വഴിക്കൂടെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന 1-2 ഹോം സ്റ്റേകളൊക്കെ ഈ മേഖലയിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ NRCT എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കൂൾ തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളത് NRCT ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ അടിപൊളി കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. നമ്മൾ ഈ കാണുന്ന വഴി രാജക്കാട് നിന്ന് രാജകുമാരി പോകുന്ന വഴിയാണ്. അതായത് നമ്മൾ വന്ന വഴിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് NRCT ഗ്രാമത്തിൻ്റെ രാജകുമാരി എന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് ഒരു ടെമ്പിളിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ NRCT ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് SNDPയുടെ സ്കൂളുള്ളത്. അപ്പോൾ സ്കൂളുള്ളതുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയിട്ട് ഈ ഒരു സ്ഥലം മാറിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് NRCT ഗ്രാമത്തിൻ്റെ ഒരു വിദൂര കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. ആ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മണ്ണാർ രാജക്കാട് റൂട്ടിലേക്ക് നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും. ഈ വഴി ഇവിടങ്ങളിലൊക്കെ നമുക്ക് ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഈ മേഖലയിൽ NRCT വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള കുറേയധികം സ്ഥലങ്ങൾ, അത് മാസവാടകയ്ക്കും ദിവസവാടകയ്ക്കും ഒക്കെ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പുറകെ കാണുന്ന വഴിയിലെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങാത്തോട്ടി വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്ന കച്ചറപ്പാലം എന്ന് പറയുന്ന സ്ഥലമല്ലേ, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ഒരു കാനായ ചർച്ചുണ്ട്, അതുപോലെ തന്നെ ഒരു ഫയർ സ്റ്റേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ചേർന്ന് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് NRCT ഗ്രാമത്തിൻ്റെ ഒരു അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോയാലാണ് സ്കൂളുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഈ കച്ചറപ്പാറം വഴി നമ്മൾ കുറച്ച് ദൂരം ഒരു പള്ളിയൊക്കെ ഉള്ള ആ ഒരു മേഖല വരെ പോയിട്ട് നമുക്ക് NRCT ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാവേ. നമ്മൾ ആ കച്ചറപ്പാലത്തെ അങ്ങനെ ആ കണ്ട വഴി കൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് NRCTയിലെ ഒരു പള്ളി, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനൊക്കെ ഉള്ളത്. ഈ കാണുന്ന വഴി താഴേക്ക് ഇറങ്ങിപ്പോയാലാണ് കച്ചറപ്പാലത്തേക്ക് പോകുന്നത് കേട്ടോ. ശരിക്കും രാജക്കാടിൻ്റെ ഒരു ബിസിനസ് ഹബ്ബും കൂടെയാണ് നമ്മൾ ഈ കാണുന്ന NRCT എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളേരിയയിലേക്കൊക്കെ വരുമ്പോൾ ധാരാളം കടകൾ, അതുപോലെ ഹോൾസെയിൽ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ ഈ പള്ളി കാണാൻ വേണ്ടി പോയി വീണ്ടും രാജക്കാട് എത്തുമെന്ന് എനിക്കൊരു സംശയമില്ല. ഇതാണ് നമ്മുടെ NRCTയിലുള്ള കാനായ ചർച്ച് കേട്ടോ.
ഈ NR സിറ്റിയിൽ ഇങ്ങനെ ഒരു കനായ ചർച്ച ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ അറിവിൽ ആദ്യമാണ് കേട്ടോ. പക്ഷേ നമ്മൾ അടിപൊളി അല്ലേ. അപ്പോൾ ഇവിടെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ നമ്മളാ പോകുന്ന വഴിക്ക് തന്നെയാണ് ഫയർ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. ഇനി നമ്മളിത് വീണ്ടും തിരിച്ച് NR സിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ രാജകുമാരി ചുമ്മാ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ. ഒന്ന് NR സിറ്റി ക്ഷീരോത്പാദക സഹകരണ സംഘവും അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈക്കിൽ കാണാൻ ദേശീയ വായനശാല കേട്ടോ. അപ്പോൾ അത് ഒരു അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഐക്കൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഈ കുരിശുപള്ളിയോട് ചേർന്ന് ഇങ്ങനെ നിന്നാൽ നമുക്ക് രാജകുമാരിയിൽ നിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ജനസേവാ കേന്ദ്രവും അതുപോലെ ഒരു ബേക്കറിയും മലഞ്ചരക്ക് കടകളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഏല നാടായതുകൊണ്ട് ധാരാളം ഏലം വ്യാപാര കേന്ദ്രങ്ങൾ നമുക്ക് ഈ NR സിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ശരിക്കും ഇത് വികസനമൊക്കെ എത്തിയ ഒരു സ്ഥലമാണെങ്കിലും ഇപ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷനിലേക്ക് വന്നാലുണ്ടല്ലോ ധാരാളം പഴയ മോഡൽ ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് കുറച്ച് കടകളുമാണ്. വൈകുന്നേര സമയങ്ങളായാൽ മാത്രമാണ് ഇവിടെയൊക്കെ ലൈവായിട്ട് വരുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജകുമാരി പ്രധാന റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ രാജക്കാട് നിന്ന് കടന്നു വരുമ്പോൾ കാണുന്ന ആ ഒരു വഴി ഇതാണ് കേട്ടോ. അങ്ങനെ ആ രാജക്കാട് നിന്ന് ആദ്യം എത്തുന്ന ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. മനോഹരമായിരിക്കുന്ന ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശരിക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയത്തോടെ ഈ ബസ്സൊക്കെ വരുന്ന കാഴ്ച അടിപൊളിയല്ലേ. നമുക്ക് മഴയാന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഇത്ര നേരം നല്ല തെളിച്ച് വരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ക്യാമറ ഓണും ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയായി. അപ്പം NR സിറ്റിയുടെ ഒരു കാഴ്ച ഇതാണ്. ഇപ്പോൾ ശരിക്കും ഫോഗൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കുറച്ച് കടകൾ കാണാൻ പറ്റും. ഇവിടെ ഒരു സർവീസ് ആകുന്ന ഭാഗ്യമുണ്ട് കേട്ടോ രാജക്കാട് ശാഖയുടെ. നമുക്ക് ഈ ഏലം മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൃഷി ആവശ്യങ്ങൾക്കുള്ള ധാരാളം മോട്ടോറുകളൊക്കെ നന്നാക്കുന്ന വിവിധ കടകൾ നമുക്ക് ഈ രാജക്കാടും അതുപോലെ തന്നെ ഇടുക്കിയുടെ വിവിധ സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതങ്ങനെയുള്ളൊരു കടയാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ NR സിറ്റി വഴി പോകുന്നവർക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി കടകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. രാജക്കാടിൽ നിന്ന് മൂന്നാർ അതുപോലെ തന്നെ നെടുങ്കണ്ടം പൂപ്പാറയ്ക്കൊക്കെ ഈ ഗ്രാമം വഴിയാണ് യാത്ര ചെയ്തു പോകണേ. അതുകൊണ്ട് ധാരാളം ബസ് സർവീസുകളും ഉണ്ട്. ശരിക്കും ഗ്രാമത്തിൻ്റെ പേര് ഇങ്ങനെ വരാൻ കാരണം എന്നു ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് പിടികിട്ടിയിട്ടില്ല. അങ്ങനെ NR എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. ഈ നിൽക്കുന്ന ഭായിമാരില്ലേ ഇവരുടെ വീഡിയോ എടുത്തുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പുറകെ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി കൂടെയാണ് കഞ്ചനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം ഒരു ചെറിയ സ്ഥലമുണ്ട് പുന്ന സിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, പുന്ന സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. ഞാനും നിന്ന് സംസാരിച്ചതിൻ്റെ ബാക്കിലെ കുറച്ച് മിടുക്കന്മാരുടെ മെഡിക്കലുടെയൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് അവർ പഠിച്ച സ്കൂളുള്ളത് കേട്ടോ. മനോഹരമായിരിക്കുന്ന ഒരു സ്കൂള് NR സിറ്റി സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ യഥാർത്ഥ പേര് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ പോകുന്ന വഴിക്കാൻ നമ്മൾ അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ ധാരാളം വീടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈ കവലയിൽ നിന്ന് ഏകദേശം ഒരു 150-200 മീറ്ററൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂളിൻ്റെ അവിടെ എത്താൻ പറ്റും കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയാണ് കഞ്ചനപ്പാറയ്ക്ക് പോകുന്നത്. നല്ല വഴിയല്ലേ. അപ്പോൾ ഇടുക്കിയിലെ ഒട്ടുമിക്ക വഴികൾ ഇങ്ങനെ ഡെവലപ്പായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഉടുമ്പൻചോല മണ്ഡലത്തിൽ. എന്താണെങ്കിലും ആ ഒരു സ്കൂളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്കൂളിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാമല്ലേ. ഞാനങ്ങനെ NR സിറ്റി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ ഒരു ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്കൂള്. ഒരുപാട് കുട്ടികൾ ഈ പ്രദേശത്തു നിന്നോ അടുത്ത പ്രദേശത്തു നിന്നോ ഒക്കെ വന്ന് പഠിക്കുന്ന ഒരു സ്കൂളാണ്. 1963 മുതൽ ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചതാണ് കേട്ടോ. ശരിക്കും ഈ NR സിറ്റി എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഗ്രാമം ഉണ്ടാകാൻ തന്നെ കാരണം ശരിക്കും ഈ സ്കൂൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന മനോഹരമായൊരു സ്കൂളാണ്. ദേ നോക്കിയേ കുറേ ആളുകൾ ഇവിടെ നിന്നുണ്ട്. എല്ലാവരും ടാറ്റാവോ. ഓക്കെ ബൈ.
ഞാൻ ആദ്യം പറഞ്ഞിട്ടായിരുന്നു ഈ വഴി ഖജനാപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് മുല്ലക്കാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുന്നസിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ അങ്ങോട്ട് കാണാമല്ലേ. നമ്മളങ്ങനെ NRCT സ്കൂളിൻ്റെ അവിടുന്ന് ജസ്റ്റ് മുമ്പോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് കുറച്ച് നേരം മഴയൊക്കെ മാറി നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് പുന്നസിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് NRCTയുടെ ഖജനാപ്പാറ വരെ 6 കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ. NRCT ഖജനാപ്പാറ. അപ്പോൾ ഇതുവഴി നമുക്കൊരു പിന്നീട് എപ്പോഴെങ്കിലും ഒരു റോഡ് ട്രിപ്പായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മളെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്റർ മാറിക്കഴിയുമ്പോൾ നമുക്ക് പുന്നസിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. NRCT പുന്നസിറ്റി. ഇടുക്കിയിലെല്ലാം സിറ്റികളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഏത് സിറ്റി എന്ന്. അപ്പോൾ പുന്നസിറ്റിയിൽ നമ്മളിപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു കട നമുക്ക് കാണാൻ പറ്റും. ഇതിനോടനുബന്ധിച്ച് കുറേ കടകളുണ്ട്. ഇവിടെ ഒരു 3 കൂടി ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഖജനാപ്പാറയ്ക്കും അതുപോലെ തന്നെ മുല്ലക്കാനത്തിനും തിരിച്ചു പോകും. ഈ കാണുന്ന വഴി നേരെ പോയാൽ ഖജനാപ്പാറയ്ക്കും ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് രാജക്കാട് മുല്ലക്കാനമൊക്കെ പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴി, അപ്പോൾ ഞാൻ ഈ ഖജനാപ്പാറ കുമ്പപ്പാറ പോകുന്ന വഴിയിലേക്ക് കുറച്ച് ദൂരം കൊണ്ട് ഇറങ്ങി വന്നത് എങ്ങനെയാണ്, ഇവിടുന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെ അടുത്തുള്ളൂ ഖജനാപ്പാറ കുമ്പപ്പാറയിലേക്ക് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുറേയധികം കാഴ്ചകളുണ്ട്. നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഇതിലൂടെ ഒരു ട്രിപ്പ് യാത്ര നമുക്ക് നടത്താമല്ലേ. അപ്പോൾ ഈ ബോർഡൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, ഇവിടുത്തെ ഒരു തെളിവ് കൂടെ നിങ്ങളുടെ അടുത്ത് വരണ്ടേ. അത് ഖജനാപ്പാറ കുമ്പപ്പാറ, ഇത് രണ്ടും അടുത്താണ്. നമ്മുടെ ഖജനാപ്പാറയുടെ തൊട്ട് താഴെയാണ് കുമ്പപ്പാറ ഉള്ളത്. ചെറിയൊരു സ്ഥലം, വളരെ ചെറുതായിട്ടുള്ളൊരു സ്ഥലം, വലിയ സംഭവമൊന്നുമില്ല. ആ ബോർഡ് കണ്ടുകൊണ്ട് നമ്മളത് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചെറിയൊരു സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്ന വഴിയില്ലേ, ഇത് രാജക്കാട് തന്നെ നമുക്ക് തിരിച്ച് കയറാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ബൈസമാലിക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്ന് തിരിഞ്ഞു കേട്ടോ. ഈ വഴി ഇങ്ങനെ പോയാൽ ബൈസമാലി 300 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ രാജക്കാട് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ രാജക്കാട് ടൗണിൻ്റെ രാജക്കാട് കുഞ്ചിത്തണ്ണി റൂട്ടിലേക്കാണ് ഈ വഴി ചെന്ന് ചാടുന്നത്. രാജക്കാട് കയറാതെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ മുല്ലക്കാനം സൈഡിൽ കൂടെ നമ്മൾ പോയിട്ട് എല്ലക്കല്ല് ചെന്നിട്ട് നമുക്ക് നേരെ പൊട്ടങ്കാട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തില്ലേ, പൊട്ടങ്കാട് നമുക്ക് എത്താൻ പറ്റും. ഇതൊരു ഗ്രാമീണ വഴിയാണ്. വഴിയൊക്കെ നല്ല ഡെവലപ്പായിട്ട് അടിപൊളിയായിട്ട് ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഈ വഴി ഇങ്ങനെ പോയാൽ ബൈസമാലി അതുപോലെ 300 ഏക്കർ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പുന്നസിറ്റിയുടെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പുന്നസിറ്റി മാത്രമല്ല NRCT നമ്മൾ കണ്ടു അല്ലേ. തുടങ്ങിയതാണ് NRCT ഒന്നും. NRCTയുടെ കാഴ്ചകളും സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുന്നസിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.